വിവാദങ്ങൾക്കിടെ തിരുവനന്തപുരം നഗരസഭയുടെ കൗൺസിൽ യോഗം വെള്ളിയാഴ്ച ചേരും. കാപ്പ കേസിൽ അറസ്റ്റിലായ ജയിലിൽ കഴിയുന്ന ബിജെപി കൗൺസിലർ ആർ സുഗതന്റെ അയോഗ്യതയാവും യോഗത്തിൽ പ്രധാനമായി ചർച്ച ചെയ്യുക. സുഗതനെ രക്ഷിക്കാൻ വഴിവിട്ട നീക്കങ്ങൾ നടത്തുന്നു എന്നാണ് LDFന്റെ ആരോപണം. തുടർച്ചയായ 2 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്ന കാപ്പ കേസിൽ അറസ്റ്റിലായ വാഴട്ടുകോണം BJP കൗൺസിലർ ആർ സുഗതൻ വെള്ളിയാഴ്ചത്തെ യോഗത്തിൽ കൂടി പങ്കെടുത്തില്ലെങ്കിൽ സ്വാഭാവികമായും അയോഗ്യനാക്കപ്പെടും. എന്നാൽ അയോഗ്യത ഒഴിവാക്കുന്നതിനായി സുഗതൻ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുന്നതിന് അവധി അപേക്ഷ നൽകിയിരിക്കുകയാണ്. ഈ നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് LDF. ജയിലിൽ കിടക്കുന്ന പ്രതിയുടെ ഇത്തരം അവധി അപേക്ഷകൾ നിയമപരമായി നിലനിൽക്കില്ലെന്ന് LDF പാർലമെന്ററി പാർട്ടി നേതാവ് SP ദീപക് വ്യക്തമാക്കി. നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് മേയറും സംഘവും ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അവർ അവധിക്ക് കൊടുക്കുമെന്നുള്ളതാണ് പറയുന്നത്. നമുക്കറിയാമല്ലോ, നമ്മുടെ കാപ്പ കേസിനകത്ത് ഡീറ്റെയിൻ ചെയ്തിരിക്കുന്ന പ്രതി എന്ന് പറയുന്നത് 6 മാസം കൊണ്ട് വിയൂർ ജയിലിനകത്ത് കിടക്കുകയാണ്. കാപ്പ കേസിലെ പ്രതിക്ക് അവധിക്ക് കൊടുക്കാനെന്നുള്ള നമ്മുടെ നിയമപുസ്തകത്തിനകത്തില്ല. സ്വാഭാവികമായിട്ട് അത്തരം കാര്യങ്ങൾക്കെതിരെ, നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കെതിരായിട്ട് വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം നമ്മുടെ നാട്ടിനകത്ത് ഉയർന്നു വരും. നിയമപോരാട്ടവും നടത്തും. അതോടൊപ്പം തന്നെ ജനകീയമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പ്രതിഷേധവും ഈ കാര്യത്തിനകത്ത് ഉയർത്തിക്കൊണ്ടുവരുമെന്നുള്ളതാണ്. നഗരത്തിലെ ജനകീയ പ്രശ്നങ്ങളിൽ നിന്നും പ്രധാന വിഷയങ്ങളിൽ നിന്നും മേയറും നഗരസഭയും ഒളിച്ചോടുകയാണെന്ന രൂക്ഷ വിമർശനവും പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. 360ഓളം കോടി രൂപയുടെ മരാമത്ത് പണികൾ മുഴുവൻ നമ്മുടെ നഗരസഭയ്ക്കകത്ത് മുടങ്ങിക്കിടക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. വലിയ തോതിലുള്ള പകർച്ചവ്യാധി നമ്മുടെ തലസ്ഥാനത്ത് പിടിപെട്ട ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ജനകീയ പ്രശ്നങ്ങൾ അത് കൂട്ടായി ചർച്ച ചെയ്ത് അതിനകത്തെല്ലാം തീരുമാനം എടുക്കണമെന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നം. പക്ഷേ ഈ സുഗതൻ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഈ പറയുന്ന കോർപ്പറേഷൻ്റെ മേയറും അതിൻ്റെ സംഘവും ചേർന്ന് ഇതിനെ അട്ടിമറിക്കുകയാണ്. ഈ ജനാധിപത്യ പ്രവണതയെ തന്നെ അട്ടിമറിക്കുകയാണ് അവർ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. സ്വാഭാവികമായും വെള്ളിയാഴ്ചത്തെ കൗൺസിൽ യോഗത്തിൽ സുഗതൻ വിഷയം ഉയർന്നുവരും. ഇത് യോഗത്തെ കൂടുതൽ പ്രക്ഷുബ്ധമാക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.